എന്താ പകൽക്കിനാവ് കാണുന്നു? ശിവണ്ടേശ്വര, പാഞ്ചജന്യം ഋഷികേശു ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശാഖ. പാഞ്ചജന്യം ഋഷികേശു ദേവദത്തം. കുട്ടി തിരുവാതിരയ്ക്ക് ഇല്ലത്തേക്ക് ക്ഷണിക്കാൻ വന്നിരിക്കുക. ചേച്ചി ഉറക്കം വിളക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? സാരമില്ല, തിങ്കൾ ചൂടന്റെ തിരുനാളിന് ഉറക്കം വിളയ്ക്കുന്നത് പുണ്യമാ. കുട്ടി പൊയ്ക്കോളൂ, ഞാൻ വരാം. കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ഇവിടെ ആരുമില്ലേ? എന്താ നിന്റെ മോൻ കാണിച്ചു വെച്ചതൊക്കെ അറിഞ്ഞോ? എന്താ ഒരുത്തർക്ക് നാക്കില്ലേ? ചേച്ചി എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? രാഘവ, അച്ഛാ അത് ഏത് ഇതാ സമ്പത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. എന്തുണ്ടായി? എന്തുണ്ടാകാൻ? തെക്കേപ്പുരയിടത്തിൽ ഈ ഗോപാലൻ കെട്ടിയ കുടിൽ പൊളിച്ചു മാറ്റാൻ ഞാൻ ആളെ അയച്ചു. ഇവൻ ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എഴുതി കൊടുക്കാൻ. പാർട്ടിക്കാരിടപെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ കരുതി. അവന്മാരുടെ തന്തമാരല്ലടാ വസ്തുക്കൾ ഉണ്ടാക്കിയത്, ഞാനാണ്. അച്ഛാ, പഴയ കാലമല്ല, കാലത്തിനൊത്ത് നമ്മളും മാറാതിരുന്നാൽ. അതിന്റെ പൊന്നുമോ, അതൊക്കെ നിന്റെ കവിതയിൽ വച്ചേരെ, എന്നോട് വേണ്ട. ആ സഖാവാണ് ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കിയത്. ഏത് സഖാവ്? എന്നാ താൻ ചെന്ന് അവന്റെ കൂടെ പുറത്തോ? അപ്പോ ഗോപാലൻ സഖാവിന് ഞാൻ എത്ര ഏക്കർ പതിച്ചു തരാം? 5 സെന്റ് മതി. 10 ഏക്കർ പതിച്ചു തരാം. എന്തൊന്നാ കാഴ്ചണ്ടോ നിൽക്കുന്നത്? ഇപ്പൊ സമാധാനമായോ? എന്റെ ജോലിക്കാർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് ഒരു സാവിന്റെ ആവശ്യമില്ല. ഇവിടെ ഗോപാല, ഇവിടെ വേണം, ഇവിടെ വേണം. ഇവിടെ നീ കുടിൽ കെട്ടിയ സ്ഥലത്ത് 5 സെന്റ് അല്ല 15 സെന്റ് നീ എടുത്തോ. ജനെ ബാലേ ഭൈമീ കിസലയാ ധരേ ചാരുധീരേ കിസലയാ ധരേ ചാരുശീലേ. കുട്ടിക്ക് നാളെ കോളേജിൽ ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. നിരവധി നാരണവൻ നിരവധി ഗുണനിധി. അവരാരും കോളേജിൽ പഠിച്ച് വഴക്കമുള്ളവരല്ല. നമ്മുടെ കുട്ടിക്ക് നാളെ ഫീസ് കൊടുക്കണം. നിങ്ങൾ 2ാം ദിവസത്തെ തിരുമേനിയുടെ നല്ല കണ്ടിട്ടുണ്ടോ? നീറയുന്നു പാടല പാടലിൽ കിങ്കേതകങ്ങളിൽ. ഇത് പ്രാന്ത തന്നെയോ? സംശയമില്ല. എന്താ സംശയം? സൗത്രി, കഥകളി രസം പറഞ്ഞിരിക്കുന്ന നമ്മെ ചുണ്ടി പിടിപ്പിക്കാണ്ടിരിക്കൂ. കഥകളി രസം കഴിഞ്ഞിട്ട് എപ്പോഴാ ഇല്ലാത്ത കാര്യം പറയുക? എന്നാ അങ്ങോട്ട് പറഞ്ഞോളൂ, നോം കേക്ക് തന്നെ. സീതയ്ക്ക് നാളെ തന്നെ ഫീസ് അടയ്ക്കണം. അതിനെന്താ ഇത്ര സംശയം? അടച്ചോളൂ. അതിന്റെ കൂടെ പണം ഇരിക്കുക. ഇല്ല എന്നെ വെച്ചോളൂ. എന്താ ഇങ്ങനെ പറയുന്നേ?
അന്തർജനം എന്താ ഒന്നും മനസ്സിലാക്കാണ്ടിരിക്കുക. ലോന് ശമ്പളം കിട്ടിയിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? എന്നാൽ ഇനി ക്ഷേത്രമേശാന്തി വേണ്ട. വേണ്ടേ? നല്ല കഥയായി. കരയോഗം ശമ്പളം തരാത്തതിന്റെ ശിക്ഷ ദൈവത്തിനും. ശിവ ശിവ. തമ്പി അദ്ദേഹത്തെ കണ്ട് പറഞ്ഞോ? ആ പറയണം. കുട്ടി എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നേ? നേരത്തെ ആഹാരം കഴിക്കുന്നില്ലേ? ഉറക്കം കുറവാ, പഠിക്കാൻ ഏറെയുണ്ട്. ശരീരം കളഞ്ഞുള്ള പഠിത്തം ഒന്നും വേണ്ട. എന്റെ ശ്രീകുട്ടനാണെങ്കിൽ എത്ര പരീക്ഷയാണെങ്കിലും കുംഭകർണനെ പോലെ കിടന്നുറങ്ങും. ക്ലാസ്സോടുകൂടെ പാസ്സാവുകയും ചെയ്യും. എനിക്കാണെങ്കിൽ എത്ര പഠിച്ചാലും തലയിൽ കയറൂല. ഇല്ലത്ത് വലിയ ബുദ്ധിമുട്ടാണല്ലേ? സാരമില്ല, എല്ലാം മാറിക്കൊള്ളും. ക്ഷേത്ര ജീവനക്കാർക്കാർക്കും ശമ്പളം കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നു, ശരിയാണോ? കരയോഗക്കാരുടെ തമ്മിലടി കാരണം ക്ഷേത്രകാര്യങ്ങളൊക്കെ മുടങ്ങി. അച്ഛൻ തമ്പി അദ്ദേഹത്തിനെ കാണാൻ വരാനിരിക്കുക. ശ്രീകുട്ടനെ ഒന്ന് കാണാം. അവൻ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ. വരൂ. ശ്രീകുട്ട, ആ ഇട്ടിയമ്മ വന്നല്ലോ. മുറ്റത്ത് ഓലക്കൊടെ അച്ചിക്കൂട്ടും ഒക്കെ കാണും. എനിക്ക് അച്ചിക്കൂട്ട് ഓലക്കൂടെ ഒന്നും ആവശ്യമില്ല. എടാ, നീ എപ്പോഴും കുട്ടിയെ ഇങ്ങനെ കളിയാക്കരുത്. ഇല്ലമ്മേ, ഒരു കാലത്ത് ഇവരൊക്കെ അങ്ങനെ നടന്നവരാണ്. അത് അന്തക്കാലം. നമ്പൂരിയിലത്തെ കുട്ടി ഇങ്ങനെ നായർ തറവാട്ടിൽ വരുന്നതും പോകുന്നതും ശരിയാണോ? രാഘവന്മാൻ ഇപ്പോഴും 10-ാം നൂറ്റാണ്ടിൽ നിൽക്കുക. നമ്പൂരി നായരൊന്നും ഇപ്പോഴില്ലമ്മാവാ. കാര്യത്തിൽ വരുമ്പോ എല്ലാവർക്കും എല്ലാം ഉണ്ട്. എടാ ശ്രീകുട്ട, നീ അച്ഛനോട് പറഞ്ഞ് ക്ഷേത്ര കാര്യങ്ങളൊന്ന് ശരിയാക്ക. അച്ഛന് ശമ്പളം കിട്ടിയിട്ട് 2 മാസമായി. അച്ഛനെന്തിനാ ശമ്പളം? ദൈവത്തെ മണിയടിച്ച് തിരിയൊഴിയുന്നതിന്. നിന്റെ ഈ കളിയൊക്കെ ഒന്ന് കള. നീ ഇത് അച്ഛനോട് കാര്യമായിട്ടൊന്ന് പറ. ഞാൻ ഒരുത്തരം അവനെ ചീത്തയാക്കിയത്. നമ്മൾ എന്താ കാര്യം അറിയാൻ സംസാരിക്കുന്നത്? ശ്രീകുമാർ എങ്ങനെ ചീത്തയായെന്നാ പറയുന്നത്? ഒരു അമ്മേക്കാരൻ കവലപ്പാട്ട് വഴി നടക്കുന്നതാണ് അന്തസ്. ഒരകന്ന അമ്മാവനാണെങ്കിലും തനിക്ക് അവനെ ഉപദേശിക്കാം. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ഞാൻ പറയാം. എന്തോ പറയും? വിവാഹം കഴിച്ച് തറവാട്ടിന്റെ ഭാരമേറ്റ് ജീവിക്കാൻ പറ. അവൻ ഉദ്യോഗം ഭരിച്ചിട്ട് എനിക്കൊന്നും കൊണ്ടുതരണ്ട. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മാധവി എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ ഒരു കുലുക്കവുമില്ല. അല്ല, മഹാകവി വന്നോ? എവിടെ ആയിരുന്നു? ജംഗ്ഷനിലെ വഴക്ക് കേട്ട് അവിടെ ഇപ്പം നിന്നുപോയി. എന്താ വഴക്ക്? കരയോഗം വഴക്ക് തന്നെ. ഓ, അതെപ്പോഴും ഉള്ളതല്ലേ. ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ കരയോഗത്തിന് കഴിവില്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കണമെന്നാ ഒരു കൂട്ടര് പറയുന്നത്. ഏതാ ഈ ഒരു കൂട്ടർ? ആ ഉണ്ണിത്താനും കൂട്ടരുമാണ്. വെള്ളം. എന്ത് വെള്ളം? നാരങ്ങ വെള്ളം. എന്താ നാരങ്ങയ്ക്ക് ഇത്ര വെള്ളം? എനിക്ക് വേണ്ട. വേണമെന്ന് പറഞ്ഞതുകൊണ്ടാ കൊണ്ടുവന്നത്. വേണ്ടാന്ന് തോന്നിയത് കൊണ്ടാ കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ ഉണ്ണിത്താൻ മഹാ അഹങ്കാരിയ അല്ലേ രാഘവ? ആ ദാമോദരൻ ചുട്ട മറുപടി കൊടുത്തു. അച്ഛനുള്ളപ്പോ ഈ നാട്ടിലെ ക്ഷേത്രം ഭരിക്കാൻ ഒരു ബോർഡും വേണ്ട എന്ന്. ആ ദാമോദരൻ നന്ദിയുള്ളവനാ. രാഘവൻ അറിയാമോ അവന്റെ അച്ഛനെ? അറിയാം. എന്നോട് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളവനായിരുന്നു. മാധവി, വെള്ളം. രാഘവൻ ഒരു കാര്യം ചെയ്യും. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക മുഴുവനും തീർത്തു കൊടുത്തേൻ. കരയോഗത്തിൽ പണം വരുമ്പോ നമുക്ക് തിരിച്ചെടുക്കാം. പേടിച്ചു പോയോ? ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന കള്ളനെ കണ്ടാൽ പേടിക്കാണ്ടിരിക്കോ? ഇല്ലത്തെ ചെപ്പിലെ പൊന്നെടുക്കാൻ വന്ന കള്ളൻ. ആരെങ്കിലും കാണും. വേണ്ടൂന്നേ. ഇല്ലത്തെ ആൽത്തറയിലെ യക്ഷിഗന്ധർവന്മാരാണ് ധരിച്ചോളൂ. ആൽത്തറയിലൊന്നും പാടില്ല. ഇല്ലത്തെ ആൽത്തറയാ. അശുദ്ധം കണ്ടാ സർപ്പം കയറും. ഓ, അത് പണ്ടാരാണ്ട് പറ്റിക്കാൻ പറഞ്ഞുണ്ടാക്കിയത്. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ. സീത, സീതകുട്ടി, സീതകുട്ടി, ബംഗ്ലാവിലേക്ക് പോകേണ്ട കാര്യം മറന്നോ? ഞാൻ മറന്നുപോയി. എന്നാ റെഡി ആയിക്കോളൂ. നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. നാണു അധികം നിർബന്ധിച്ചിരിക്കും അല്ലേ? ഇരിക്കാം.
വെറുതെ ഇരുത്താനാണ് എന്നും വിളിപ്പിച്ചത്. മദ്യം വേണോ? വേണ്ട. പിന്നെന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടതെല്ലാം തരാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയും. നിനക്കൊരു ജീവിതം വരെ തരാൻ എനിക്ക് കഴിയും. ഞാൻ അല്പം മദ്യപിച്ചോട്ടെ. വിരോധമില്ലല്ലോ. വിരോധമുണ്ടായാലും ഞാൻ കഴിക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓ, എന്റെ മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരിക്കും. ഒരു പ്രത്യേക മനുഷ്യൻ തന്നെ. രാത്രി ഉണർന്നിരുന്ന് പാടിക്കൊണ്ടേയിരിക്കും. പ്രകൃതി എന്നുള്ള പാട്ട് എന്തിനെന്നും പാടുന്നു. നിങ്ങൾ ആരാണ്? അതെ, ഞാൻ ആരാണ്? എന്റെയും അന്വേഷണം അതാണ്. എനിക്കും പിടികിട്ടിയിട്ടില്ല ഞാൻ ആരാണ്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ആ രോഗം വന്ന് അനുഗ്രഹിക്കാത്തതാണ് എന്റെ ദുർവിധി. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. കടവാതിലുകളും കഴുകന്മാരുമാണ് ഈ വാടക വീട്ടിലെ എന്റെ കൂട്ടുകാർ. സമയം വെറുതെ പോകുന്നു. കറക്റ്റ്. വ്യഭിചാരത്തിനല്ലേ നാം വീണ്ടും സന്ധിച്ചത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വ്യഭിചരിക്കുന്ന പെണ്ണിനെ വേശി എന്ന് വിളിക്കും, പുരുഷനെയോ? എനിക്കറിയില്ല. കോപിക്കാതെ പെണ്ണെ, ഞാനൊരു വ്യഭിചാര തൽപരനല്ലെന്ന് നീ ധരിക്കരുത്. നിന്നേക്കാളേറെ വ്യഭിചരിച്ചിട്ടുള്ളവനാണ് ഞാൻ. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? കാണാൻ. നാം തുല്യ ദുഃഖിതരായതുകൊണ്ട്. ഭാര്യ എന്നെ വഞ്ചിച്ചു, കാമുകൻ നിന്നെയും. സീത, ഞാൻ നിന്റെ അടുത്തോട്ടൊന്നിരുന്നോട്ടെ? അനുവാദം ചോദിക്കുന്ന എന്തിനാ ഒരു വേശ്യയോട്? സത്യത്തിൽ നീ വേശ്യ അല്ല. നീ ശരീരം കൊണ്ട് തെറ്റ് ചെയ്തിരിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി. പക്ഷേ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചിട്ട്. മനസ്സും ശരീരവും കൊണ്ട് തെറ്റ് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. കുറ്റമല്ല നിങ്ങളെ ഭാര്യ വഞ്ചിച്ചത്. എനിക്ക് ദുഃഖമില്ല. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്റെ പ്രവൃത്തിയുടെ ഫലം. ഞാനും മനസ്സുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി, ഒരിക്കൽ മാത്രം. എടാ കുഞ്ഞെ, കോപിക്കാതെ നീ അല്പം ചിന്തിക്ക്. നീ ആരാണെന്നറിയാമോ? മംഗലശ്ശേരി പത്മനാഭൻ തമ്പിയുടെ ഏക മകൻ. അതാണെങ്കിൽ ഒരു നമ്പൂതിരി പെൺകുട്ടി. നമ്മുടെ ആശയ്ക്ക് ഒരു അതിരൊക്കെ ഇല്ലേ? ഇത് നടക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നടത്തും അമ്മാവ. കുഞ്ഞെ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. നിന്റെ ഈ ആഗ്രഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച അമ്മാവനാണോ ഈ പറയുന്നത്? സീത പെണ്ണല്ലേ? സൗന്ദര്യമല്ലേ? വിദ്യാഭ്യാസമല്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ അവൾ വെറും സീത മാത്രമല്ല, സീതാലക്ഷ്മി അന്തർജനമാണ്. അത് നീ മറക്കരുത്. അമ്മാവ, പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ഇവിടത്തെ കരയോഗത്തിന്റെ നിലപാടൊക്കെ പോറ്റിക്കറിയാമല്ലോ. അറിയാം. പോറ്റി, വേറൊരു ജോലി കിട്ടിയിട്ട് പോരെ ഉള്ള ജോലി കളയാൻ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. പോറ്റിയിരിക്കും. പോറ്റി PSC ടെസ്റ്റ് ഒന്നും എഴുതാറില്ലേ? ഓ, ചായ കുടിക്കുന്നു? വേണ്ട. പോറ്റിക്ക് എന്താ ഒരു ദുഃഖം? BA-കാരൻ കീഴ്ശാന്തി പണി ചെയ്യുന്നതിൽ അപകർഷതാബോധമുണ്ടോ? എന്തു പണിയും എനിക്കിഷ്ടം. ഒരു നല്ല ജോലി കിട്ടുന്നത് വരെ ഈ പണി തുടരുന്നതാണ് നല്ലത്. എവിടുന്ന് കിട്ടാൻ? പോറ്റി വിഷമിക്കാതെ. ഇല്ലത്ത് പിറന്നുവെങ്കിലും ഇല്ലായ്മയിലാണ് ഞാൻ വളർന്നത്. ഉയർന്ന ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഒരു സർക്കാർ ജോലിക്ക് അർഹനുമല്ല. ഞാൻ പോട്ടെ. ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടെന്തേ ഒന്നും മിണ്ടാത്തേ? എനിക്ക് വേഗം പോണം. പറയാനുള്ളത് പറയൂ. 1001 രാത്രിയിലെ കഥകൾ പറയാനുണ്ടെന്ന തോന്നലിലാണ് ഞാൻ വന്നത്. പക്ഷേ നിന്നെ കണ്ടപ്പോഴൊന്നും പറയാൻ കഴിയുന്നില്ല. സീത, നീ എന്റെ ദൗർബല്യമാണ്.
ലക്ഷ്മി, എനിക്ക് എന്നോടുണ്ടായിരുന്നത് പനിനീർപ്പൂ പോലെ പരിശുദ്ധമായ ഹൃദയബന്ധമായിരുന്നു. പ്രായം നമ്മെ അകറ്റിയെങ്കിലും എന്റെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ നീ കാണുമെന്ന് ഞാൻ കരുതി. നീ അകലങ്ങളിൽ ആശ്വാസം കണ്ടെത്തും. ദുഃഖസാഗരങ്ങളുടെ സംഗമസ്ഥാനങ്ങളിൽ മൂകാനുരാഗവുമായി ഞാൻ